ഹായ് ഫ്രണ്ട്സ്, ജോബ്സ് ട്രാവൽ വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്തുള്ള വർക്കല ബീച്ചിലാണ്. കേരളത്തിൽ തന്നെ മനോഹരമായ ബീച്ചുകളിലൊന്ന്. ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. കൊല്ലത്തുള്ള നെല്ലിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഈ വലത്തോട്ടുള്ള വഴിയുണ്ടല്ലോ, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലായി പവിത്രം റെസിഡൻസി. ഇവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഇതൊരു സാധാരണ ഹോട്ടലാണ്. രാത്രിയും ഇന്ന് കാലത്തും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്യാനുള്ള സൗകര്യം ഇവരിവിടെ ഒരുക്കി തന്നിരുന്നു. തത്വമസി ട്രാവൽസിൻ്റെ കൂടെയുള്ള കൊല്ലം യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇന്ന് കാലത്ത് ഞങ്ങൾ ആദ്യമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് വർക്കല ബീച്ചിലേക്കാണ്. കാലത്ത് പൂരിയും മസാലയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വർക്കലയ്ക്ക് യാത്രയാവുന്നത്. ബസ് ഇറങ്ങി ഞങ്ങൾ പതുക്കെ നടക്കുകയാണ്. ഞങ്ങൾ വർക്കല ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. വർക്കല ബീച്ച് നല്ല വെയിലുണ്ട്, ഉച്ച നേരത്താണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പാരാഗ്ലൈഡിങ് ഒക്കെ കാണാം. ആളുകൾ ആകാശത്തോടെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റും. വർക്കല കേരളത്തിലെ പ്രശസ്തമായ ഒരു ബീച്ചാണ്. ഇതാണ് ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഇതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇതിന് വലത്തെ ഭാഗത്തായിട്ടൊരു വലിയ അമ്പലക്കുളമുണ്ട്. അതും കാഴ്ചയ്ക്ക് വളരെ കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ട്രെയിനിൽ വരുന്നവരൊക്കെ സാധാരണ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. നടക്കുകയാണെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ നടക്കണം കേട്ടോ. ഓട്ടോയ്ക്ക് ആണെങ്കിൽ 80 രൂപ തൊട്ട് 150 രൂപ വരെ വാങ്ങുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. ഇനി എന്താണ് ഈ ബീച്ചിന് ഇത്രമാത്രം പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. മിനി ഗോവ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ഗോവയുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള പല കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പം മെയ് മാസമാണ്, നല്ല ചൂടാണ് കേട്ടോ. സാധാരണ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ്. ആകാശത്ത് കണ്ടില്ലേ പാരാഗ്ലൈഡിങ്, മനോഹരമായിട്ടുള്ള കാഴ്ച. നല്ല ശബ്ദമുണ്ട് കേട്ടോ. പാപനാശം ബീച്ച് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പാപമോചനത്തിന് വേണ്ടിയുള്ള ഒരുപാട് ക്രിയകളൊക്കെ ചെയ്തു വരുന്ന ഒരു ബീച്ച് കൂടിയാണിത്. അറേബ്യൻ സീ അല്ലെങ്കിൽ അറബിക്കടലിൻ്റെ മനോഹാരിതയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഇവിടുത്തെ പൂഴിമണൽ, വെളുത്ത പൂഴിമണലും വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് ഇത്ര നല്ല ബീച്ച് എന്ന് ഇത് അറിയപ്പെടുന്നത്. ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. ബോട്ടിങ്ങും സ്പീഡ് ബോട്ടിങ്ങും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. എന്താ ഭംഗി നോക്കി തീര. അയ്യോ, കാലിലൊക്കെ വന്ന് അടിക്കുകയാണ്. എന്ത് രസമുള്ള ബീച്ചാണല്ലേ. ഇതേ സ്പീഡ് ബോട്ടിൽ യാത്രയാക്കുന്നതാണ് കേട്ടോ അത് കാണുന്നത്. ഒരു കടലിലൂടെ ഒന്ന് കറങ്ങി വരും സ്പീഡ് ബോട്ടിൽ. ആ തിരേനെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അതിനെ ഉന്തി കൊണ്ടുപോവാണ്. ആ തിരയുടെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞിട്ട് വേണം അവർക്ക് പിന്നെ അവിടെ നിന്ന് അതേ കാച്ചി അതേ പോണ് കലക്കിയിട്ട് അതേ പോണ് വിടാണ് ഇങ്ങനെ ആ തിരയുടെ മുകളിൽ കൂടെ. എന്താ രസമല്ലേ കാണാനായിട്ട്. അതുപോലെ ഒരു ഗ്രൂപ്പിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന വലിയ ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ ജെറ്റ് സ്കൈയിങ് 600 രൂപ മുതൽ ഉണ്ട്. അതുപോലെ പിന്നെ പാരാസൈലിങ് 1000 രൂപ തൊട്ട് 6000 രൂപ വരെയുള്ള പാരാസൈലിംഗ് ഉണ്ട്. ബനാന ബോട്ട് റൈഡ്, സർഫിങ്, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റെഡ് ലാറ്ററൈറ്റ് ക്ലിഫ്സ് ആണ്. ചുമന്ന നിറത്തിലുള്ള പാറക്കല്ലുകൾ നിറഞ്ഞ കടൽ തീരത്തെ കിഴക്കാം തൂക്കായ കുന്നുകൾ. അതാണ് ഇവിടുത്തെ കണ്ട ഈ സൈഡിലൊക്കെ കാണുന്നത്, ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ കടലോരത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഒരുപാട് ഭാഗത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ വളരെ മനോഹരമാണ്. ഈ വെയിലിൻ്റെ ശക്തി കൊണ്ടും ചൂട് കൊണ്ടൊക്കെ ഉണ്ടല്ലോ, എല്ലായിടത്തേക്കും എത്താനായിട്ട് നമുക്ക് പറ്റിയില്ല. എന്നാലും ഉച്ചനേരമാണ്, കുറേയൊക്കെ നമ്മൾ നടന്നു നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നടക്കുന്നതിൻ്റെ എതിർദിശയിലാണ്, അങ്ങോട്ട് നടന്നാലാണ് കൂടുതൽ ഈ ക്ലിഫ് ഏരിയ കാണുന്നത്. റിസോർട്ട്സൊക്കെ ഒരുപാടുണ്ട്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എന്ത് രസമാണ്. ഇതിന് താഴെ തണലത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട്, ഈ ചൂട്ടത്ത് തണലത്തിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഞാനും വിചാരിച്ചു കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് ഞാനും വിചാരിച്ചു. വർക്കല ബീച്ചിൽ നല്ല ചൂടാണ്. ഇതൊരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്, സാധാരണ ബോട്ട്, അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് സെറ്റപ്പ്. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഉച്ച നേരണേ.
ഇവിടെ വർക്കല ബീച്ചിന് നേരത്തെ പറഞ്ഞു പാപനാശം ബീച്ച് എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കിഴക്കാന്തോക്കായ ക്ലിഫുകളാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു. ക്ലിഫിൻ്റെ സൈഡിൽ കൂടിയുള്ള അങ്ങോട്ട് മേലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയിലൂടെയാണ് ഇപ്പോൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. മേലേക്ക് കയറും തോറും കടലിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇതൊരു റിസോർട്ടിലേക്കുള്ള വഴിയാണ്, അതല്ലെങ്കിൽ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഒരു പ്രത്യേക വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചെങ്കല്ലിൻ്റെ കളറുള്ള ഈ കുന്നുകളുണ്ടല്ലോ, ഇതിന് ഏകദേശം 50 അടി മുതൽ 75 അടി വരെ ഉയരമുണ്ട് ചില സ്ഥലങ്ങളിൽ. കടലിൻ്റെ വേലിയേറ്റ സമയത്ത് ഇതിന് താഴെ വരെയുള്ള സ്ഥലത്തേക്ക് കടൽ കയറി വരും എന്നാണ് പറയുന്നത്. എന്നാലും ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കടലിനെ കാണാനുള്ള ഒരു കാഴ്ച രസകരം തന്നെയാണ്. ഇതിനോട് ചേർന്ന് ഏകദേശം ഒരു 350 റിസോർട്ടുകളുണ്ടെന്ന് പറയുന്നത് ഈ ഹിൽ ടോപ്പിൽ. ഈ റിസോർട്ടിൻ്റെ വഴി ഇവിടുത്തെ ഈ ഗേറ്റ് വെച്ച് അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ മേലോട്ട് കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് താഴോട്ട് തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞത്. ഇനി താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങി അങ്ങനെ പോവുകയാണ്. ലോകത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട 100 ബീച്ചുകളെ ലോൺലി പ്ലാനറ്റ് മാഗസിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോവളം ബീച്ച്, 2 ആലപ്പുഴയിലെ മാരാരിക്കുളത്തുള്ള മാരാരി ബീച്ച്, 3 നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കല ബീച്ച്. നമ്മുടെ ഗോവയിലെ ഉൾക്കടൽ പോലെയുള്ളൊരു ബീച്ച് ഉണ്ടല്ലോ, പാലോലം ബീച്ച്, അതൊക്കെ ഇതിൽ ലിസ്റ്റിൽ പെട്ടതാണ് കേട്ടോ. ഈ വർക്കല ബീച്ചിന് പറയുന്ന മറ്റൊരു പേര് മിനി ഗോവ എന്നാണ്. ഗോവ ബീച്ചുകളുടെ പല ഫീച്ചേഴ്സും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും അതുപോലെ ഇവിടുത്തെ റിസോർട്ടുകളും ഇവിടുത്തെ കടലോരവും അതിൻ്റെ പ്രത്യേകതയൊക്കെ കാണുമ്പോൾ ഗോവയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതേ കണ്ടില്ലേ, ഗോവയുടെ ഒരു മുഖച്ഛായ ഈ ബീച്ചിനുണ്ട്. കൂടാതെ രുചികരമായ സീ ഫുഡൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതുപോലെ അത്യാവശ്യം വിദേശികളൊക്കെ എത്തിച്ചേരുന്ന ഒരു ബീച്ചും കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച്. ഇനി തിരുവനന്തപുരമൊക്കെ പോയിട്ട് വരുമ്പോൾ ആ വർക്കല ശിവഗിരി സ്റ്റോപ്പിലൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോയോന്നേ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കറുത്ത മണലുള്ള ബീച്ചൊക്കെ കുറച്ച് അപ്പുറത്തായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനുണ്ട്. പക്ഷേ ഉച്ചനേരമായതുകൊണ്ടും പിന്നെ ഇനി പോകേണ്ടത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ് ഇനി പോകേണ്ടത്. അതുകൊണ്ടും ഇവിടെ തൽക്കാലം ഇവിടുത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. വർക്കല ബീച്ചിനെ കുറിച്ചുള്ള അത്യാവശ്യം വിവരങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ബീച്ചാണ് ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത്. കോവളം ബീച്ച് മിക്കവാറും നമ്മളെല്ലാവരും പോയി കണ്ടിട്ടുണ്ടാവും. അതുപോലെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞില്ലേ, മാരാരി ബീച്ച്. അപ്പോൾ തണുത്ത ഒരു മാംഗോ ലസ്സിയൊക്കെ കുടിച്ച് ഇന്നത്തെ യാത്ര അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്. ബൈ.